ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പൈത്തൺ സ്ട്രിങ് എന്താണ് എന്ന് നമ്മളതിൻ്റെ ബേസിക് എക്സാമ്പിൾ വെച്ച് കണ്ടിരുന്നു. അപ്പം സ്ട്രിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് സ്ട്രിങ് ജോയിൻ ചെയ്യുക, കൺകാറ്റിനേറ്റ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, സ്ലൈസ് ചെയ്യുക എന്നിങ്ങനെയുള്ള ഓപ്പറേഷൻസ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. നമുക്ക് ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് റിമൈനിങ് ബാക്കിയുള്ള ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ് അവിടെ നോക്കി പോകാം. അപ്പോൾ അതിൽ നെക്സ്റ്റ് വരുന്നത്, അതായത് നമ്മൾ ന്യൂമറിക് ടൈപ്പിൽ ഇൻറ്റിജർ, ഫ്ലോട്ട്, കോംപ്ലക്സ്, അതുപോലെ ടെക്സ്റ്റ് ടൈപ്പിൽ സ്ട്രിങ് ഇത് കണ്ടിരുന്നു. ഇനി നമുക്ക് വരുന്നത് സീക്വൻസ് ടൈപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നമുക്കുള്ളത് ഫസ്റ്റ് വരുന്നത് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്, പിന്നെ വരുന്നത് ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്. ഓക്കെ, സോ നമ്മളിപ്പം ഇൻറ്റിജർ, ഫ്ലോട്ട്, കോംപ്ലക്സ്, സ്ട്രിങ് എന്നിങ്ങനെ പല ഇത് കണ്ടല്ലോ. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒന്നിലധികം എലമെൻറ്റ്സ് ഉണ്ടാവാം. നമ്മൾ അറേ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കൺസെപ്റ്റാണ് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സിയിലും C++ലും ഒക്കെ പറയുന്ന പോലെ. അപ്പോൾ അതിൽ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് വരുന്നത് ഈ പറയുന്ന ഏത് ഡാറ്റ ടൈപ്പിൽ പെടുന്ന ഒബ്ജക്റ്റ് വേണമെങ്കിലും അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും വരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പം ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് കോമ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ 0 to 9 ഡിജിറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തേക്കുന്നു. അതുപോലെ വവൽസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു AEIOU ഈ 5 ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുപോലെ തന്നെ നമുക്ക് വേരിയബിളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും. ഇനി ഇതിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്, അതായത് ഒരു ലിസ്റ്റിൽ പെടുന്ന ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സും എല്ലാം ഒരേ ഡാറ്റ ടൈപ്പിൽ പെടുന്ന കാര്യങ്ങളാവണമെന്നില്ല. നമുക്കൊരു മിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് പോസിബിളാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു എക്സാമ്പിളിൽ ഒരു ഗ്രോസറി എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഓരോ ഐറ്റംസിൻ്റെ പേരും അതിൻ്റെ അക്കൗണ്ടും എത്ര എണ്ണം വീതം വേണം എന്ന് നമ്മൾ പറയുന്നതും നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഇവിടെ ആപ്പിൾ ഫസ്റ്റ് എലമെൻറ്റ്, നെക്സ്റ്റ് എലമെൻറ്റ് 5, നെക്സ്റ്റ് എലമെൻറ്റ് ഓറഞ്ച്, നെക്സ്റ്റ് എലമെൻറ്റ് 10. ഇതിൽ ആപ്പിളും ഓറഞ്ചും സ്ട്രിങ് ആയതുകൊണ്ടാണ് ഞാൻ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിൽ പെടുന്ന കാര്യങ്ങൾ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിൽ വരാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലിസ്റ്റിൽ പെടുന്ന എലമെൻറ്റ്സ് നമ്മൾ നേരത്തെ len ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ട്രിങ്ങിൽ കണ്ടിരുന്നു. അതായത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ എണ്ണമാണ് നമുക്കതിൽ തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഡിജിറ്റ്സ് അല്ലെങ്കിൽ len എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഒരു ലിസ്റ്റ് വേരിയബിളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും അത് തിരിച്ചു തരിക. ഇവിടെ നമ്മൾ ഡിജിറ്റ്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 10 കിട്ടും. അതുപോലെ വവൽസിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്താൽ നമുക്ക് 5 കിട്ടും. അതുപോലെ ഗ്രോസറിയുടെ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 4 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ.